വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഐഫോൺ 18 സീരീസിനെ പറ്റി പറയാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ കഴിഞ്ഞിട്ട് ഇറക്കിയ 17 സീരീസ് വെച്ച് കമ്പയർ നോക്കുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് ആപ്പിൾ ഈ വട്ടം ഐഫോൺ 18 സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ A20 Pro ചിപ്പ്. ദാറ്റ് മീൻസ് 2 നാനോമീറ്റർ ടെക്നോളജി വരുന്ന ചിപ്സെറ്റ് ആണ്. ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി, ബെറ്റർ ഗെയിമിംഗ്, ബെറ്റർ AI ഇൻറ്റിഗ്രേഷൻ, അതുപോലെ തന്നെ ബെറ്റർ തെർമൽ മാനേജ്മെൻറ്റ്, അതുപോലെ കാര്യങ്ങൾക്ക് ഈ വട്ടം ആപ്പിൾ കൊണ്ടുവരിക എന്നൊക്കെയാണ് പറയുന്നത്. കൊണ്ടുവരുമായിരിക്കും. സോ A20 Pro ചിപ്പിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം പഴയതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടും. 2 നാനോമീറ്റർ ആയതുകൊണ്ട് കുറച്ചുകൂടി ബാറ്ററി ലൈഫ് കിട്ടും. അടുത്തത് ക്യാമറയിലാണ് പറയാനുള്ളത്. ദാറ്റ് മീൻസ് പഴയ 14 മെഗാ പിക്സലിനാണ്, പക്ഷേ വേരിയബിൾ അപ്പാർച്ചർ എന്നൊരു സംഭവം ഈ വട്ടം ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് അവരുടെ ഫോണിൽ. ആപ്പിളല്ല ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പല ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും ഈ ഒരു വേരിയബിൾ അപ്പാർച്ചർ എന്നുള്ള ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് സാംസങ്ങിന് 2018 ഇറങ്ങി S9 എന്നൊരു പറഞ്ഞ മോഡലിൽ വേരിയബിൾ അപ്പാർച്ചർ എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യത്തില്ലേ? ദാറ്റ് മീൻസ് ആ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു വെട്ടം കുറയ്ക്കത്തില്ലേ? ആ ഒരു സെയിം സംഭവം തന്നെ അതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വേരിയബിൾ അപ്പാർച്ചർ സംഭവം ഒരു ഹാർഡ്വെയർ ഉപയോഗിച്ച്, ദാറ്റ് മീൻസ് ഒരു ഷട്ടർ, നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഷട്ടർ പോലെ സംഭവം കാണും. അത് ഉപയോഗിച്ച് ക്യാമറയ്ക്കകത്തോട്ട് വരുന്ന വെട്ടത്തിനെ കൺട്രോൾ ചെയ്യും. അതാണ് ഈ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി സമയത്ത് കൂടുതൽ വെട്ടം ക്യാമറയിലോട്ട് വരണമല്ലോ. സോ ഈ ഷട്ടർ ഫുള്ളി ഓപ്പൺ ആയിട്ട് ക്യാമറയ്ക്കകത്തോട്ട് കൂടുതൽ വെട്ടത്തിനെ കയറ്റിവിടും. അതേസമയം പകൽ സമയത്ത് നല്ല വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഷട്ടർ മാക്സിമം ക്ലോസ് ചെയ്തിട്ട് അകത്തോട്ട് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യും. സോ നിങ്ങൾക്ക് നല്ല ഫോട്ടോഗ്രാഫി, പ്രത്യേകിച്ച് നൈറ്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, ദാറ്റ് മീൻസ് പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കത്തില്ലേ? ആ സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് എടുക്കാൻ പറ്റും. കുറച്ചുകൂടി നല്ലൊരു ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ആ ഒരു സംഭവമാണ് ഈ വേരിയബിൾ അപ്പാർച്ചർ. പല ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും ഈ ഒരു വേരിയബിൾ അപ്പാർച്ചർ എന്ന സംഭവം വരുന്നുണ്ട്. ആപ്പിൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാനുള്ള മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് ഇല്ലേ, നമ്മുടെ ഫോണിൽ നോച്ചിന് പകരം മാറ്റി ആപ്പിൾ പിന്നെ കൊണ്ടുവന്ന ഡൈനാമിക് ഇല്ലേ, അതിൻ്റെ സൈസ് കുറയ്ക്കാൻ പോവുകയാണ്. മീൻസ് കുറച്ചുകൂടി വലിയ സ്ക്രീൻ സൈസ് കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കുറച്ചാണ്. അപ്പോൾ പലർക്കും വരുന്ന മറ്റൊരു ഡൗട്ട് എന്താണെന്നറിയോ? നമ്മുടെ ഫേസ് ഐഡിയുടെ സെൻസർ എന്ത് ചെയ്യും? കാരണം ഡൈനാമിക് വേണ്ടി ഇരിക്കുന്നിടത്താണ് ആ ഒരു ഫേസ് ഐഡിയുടെ സെൻസർ വരുന്നത്. സോ ആ ഒരു ഐലൻഡ് ചെറുതാക്കി കഴിഞ്ഞാൽ സെൻസർ എവിടെ വെക്കും? അത് അണ്ടർ ഡിസ്പ്ലേ ആക്കാൻ പോവുകയാണ് ആപ്പിൾ. ദാറ്റ് മീൻസ് അവിടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിലോട്ട് കൊണ്ടുവന്ന് ഡിസ്പ്ലേയുടെ അടിയിൽ വെക്കാൻ പോവുകയാണ്. സോ അതെങ്ങനെ പെർഫോം ചെയ്യുന്നവർക്ക് അറിയില്ല. മീൻസ് അണ്ടർ ഡിസ്പ്ലേ ആണ്. സോ ഫേസ് ഐഡി പഴയതുപോലെ തന്നെ ഫേസ് ഐഡി പെർഫോം ചെയ്യുമോ എന്നറിയില്ല. സോ ലോഞ്ച് ആയി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാറ്ററി ബാക്കപ്പ് എടുത്തു പറയേണ്ട കാര്യമാണല്ലോ. ആൻഡ്രോയിഡ് ഫോൺസ് വരുന്ന പോലെ 2000 mAh കൂടുതൽ, 1000 mAh കൂടുതൽ അങ്ങനൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കൂടിപ്പോയ 200 mAh കൂട്ടും. അത്രയും പ്രതീക്ഷിക്കുക. അത് മാത്രമല്ല A20 Pro ചിപ്സെറ്റ് എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ടെക്നോളജി വരുന്നതായതുകൊണ്ട് ബെറ്റർ ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല അതിൻ്റെ കൂടുതൽ 200 mAh കൂടും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ 3 പുതിയ കളേഴ്സ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡാർക്ക് ചെറി, ലൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ സിൽവർ ഗ്രേ. ഇങ്ങനെ 3 പുതിയ കളേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഡാർക്ക് ചെറി എന്ന് പറയുന്ന കളറായിരിക്കും ഐഫോൺ 18 സീരീസിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആ പേഴ്സണൽ കളർ ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. പിന്നെ പറയാനുള്ളത് ഐഫോൺ പഴയതിനെക്കാട്ടിലും AI കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ വട്ടം 18 സീരീസിൽ 18 ഉണ്ടാവില്ല. ആകെ പ്രോ മാക്സ് മാത്രമേ കാണത്തുള്ളൂ. അതിന് റീസൺ മേ ബി അവരുടെ ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. ഐഫോൺ അൾട്ര എന്നൊരു പേര് അവർ ഫോൾഡ് ഫോൺ ഇറക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം. സോ ആ ഒരു ഫോൾഡിന് കുറച്ചുകൂടി സെയിൽസിൽ പുഷ് ചെയ്യേണ്ടതായിരിക്കണം അവർ ഈ വട്ടം 18 ഒഴിവാക്കിയിട്ട് പ്രോ വേരിയൻസ് മാത്രം ഇറക്കുന്നത്. പിന്നെ പ്രൈസിനെ പറ്റി ആരും മേടിക്കേണ്ട. പഴയതിനേക്കാൾ എന്തുപോലും കൂടുതലായിരിക്കും. കാരണം അവർ ഓൾറെഡി ഐഫോൺ ഫോൾഡ് മീൻസ് ഐഫോൺ അൾട്ര പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 ലക്ഷം രൂപയിലാണ് റൂമേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ. സോ അത് മാത്രമല്ല ഈ വട്ടം ഐഫോണിൻ്റെ റേറ്റ് അവർ കൂട്ടും എന്നും പറയുന്നുണ്ട്. റാമിൻ്റെ റേറ്റ് ഒക്കെ കുറച്ച് കൂടിയില്ല. സോ അതായിരിക്കും റീസൺ കൂട്ടും എന്നും പറയുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ? പുതിയ കളേഴ്സ്, പുതിയ ഫീച്ചേഴ്സ്, അതോ ഈ ഒരു ഡിസൈൻ പഴയതൊക്കെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തോ? നിങ്ങൾ മേടിക്കൂ ഇല്ലയോ ഈ ഒരു പ്രോ മാക്സ്? അത് ഈ ഫോൾഡ് മേടിക്കുമോ? അതിന് ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം. നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഐ തിങ്ക് ബൈ.